ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷയുടെ മെയിൻസ് പരീക്ഷയുടെ പേപ്പർ 1ൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം. അപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻസ് മെയിൻസ് പരീക്ഷയുടെ പേപ്പർ 1ൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ. ഒന്നാമത്തെ ചോദ്യം, ലിസ്റ്റ് 1നെ ലിസ്റ്റ് 2മായി യോജിപ്പിച്ച് താഴെ കൊടുത്തിരിക്കുന്ന കോഡിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി വെച്ച് ആൻസേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നിയമങ്ങളുടെ ആത്മാവ് എന്ന് പറഞ്ഞത് ആരാണ്? മൊണ്ടസ്ക്യൂ ആണ്. നിയമങ്ങളുടെ ആത്മാവ് മൊണ്ടസ്ക്യൂ. കാൻഡൈഡ് വോൾട്ടയർ ആണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. കാൻഡൈഡ് വോൾട്ടയർ. എൻസൈക്ലോപീഡിയ വരുന്നത് ഡെന്നിസ് ഡിഡേറോട്ടാണ്. എൻസൈക്ലോപീഡിയ വരുന്നത്. ഡി ഏതാണ്? സാമൂഹിക കരാറ്. ജീൻ ജാക്കസ് റൂസോ ആണ് സാമൂഹ്യ കരാറ് വരുന്നത്. ആദ്യ തത്വചിന്തയെക്കുറിച്ചുള്ള ധ്യാനങ്ങൾ വരുന്നത് ആദ്യ തത്വചിന്തകളെക്കുറിച്ചുള്ള ധ്യാനങ്ങളുടെ ശരിയായ ഉത്തരം ഏതാണ്? റെനെ ഡെസ്കാർട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ എഫ് ഏതാണ്? ജനസംഖ്യാ തത്വങ്ങളെക്കുറിച്ചുള്ള ഒരു ഉപന്യാസം, അഞ്ചാമത്തെ ഓപ്ഷനാണ്, അതായത് മാൽത്തസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. A4 B1 C4 A6 B1 C4 D2 E3 F5 ആണ്. ഓപ്ഷൻ സി ആണ് ഒന്നിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്ന സംഭവങ്ങളെ കാലക്രമത്തിൽ ക്രമീകരിച്ച് താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. BADC ആണ് വരുന്നത്. BADC, അതായത് ഇംഗ്ലണ്ടിലെ പ്രൊട്ടസ്റ്റന്റുകൾ ഉൾപ്പെടെ എല്ലാ മതവിഭാഗങ്ങളും സഹിഷ്ണുതയുടെ നിയമം മതസ്വാതന്ത്ര്യമാക്കി. അതിനുശേഷം കാലക്രമേണത്തിൽ വരുന്നത് ബോസ്റ്റൺ ഹാർബറിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിന് തേയിലയ്ക്ക് ചുമത്തിയ നികുതിക്കെതിരെ തദ്ദേശീയരായ അമേരിക്കക്കാർ 342 പെട്ടി തേയില കടലിലേക്ക് എറിഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചു. അതിനുശേഷം വരുന്നത് സംഭവം തേർഡ് എസ്റ്റേറ്റും ചില അനുകമ്പയുള്ള പുരോഹിതന്മാരും ചേർന്ന് രൂപീകരിച്ച ദേശീയ അസംബ്ലി ഒരു ഇൻഡോർ ടെന്നീസ് കോർട്ടിൽ യോഗം ചേർന്നു. ഒരു ഭരണഘടന എഴുതാൻ ഒരുമിച്ച് നിൽക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. അവസാനമായിട്ട് വരുന്ന കാലക്രമേണ അവസാനമായിട്ട് വരുന്നത് ജോൺ ലോക്കിൻ്റെ മൊണ്ടസ്ക്യൂവിൻ്റെയും വിവിധ ജ്ഞാനോദയ ആശയങ്ങൾ രാഷ്ട്രീയ തത്വചിന്തയും അടിസ്ഥാനമാക്കിയാണ് മനുഷ്യൻ്റെയും പൗരൻ്റെയും അവകാശ പ്രഖ്യാപനം നടന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. BADC ആണ് വരുന്നത് കേട്ടോ. രണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം, 1857 കലാപത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അവയിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 3 മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. ഏതാണ്? ഒന്നാമത്തെ ഏതാണ്? 34ാമത് ബംഗാൾ നേറ്റീവ് ഇൻഫാൻട്രിയിലെ യുവ ശിപ്പായി മംഗൾ പാണ്ഡ തൻ്റെ മേലുദ്യോഗസ്ഥനെ വെടിവെച്ച് കൊണ്ടു. അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ജനറൽ ഹ്യൂറോസ് ഝാൻസിയിലെ റാണി ലക്ഷ്മി ഫായിയെ പരാജയപ്പെടുത്തി. ഇതാ കലാപകാരികളിൽ ഏക പുരുഷനായിരുന്ന സ്ത്രീ ഇതാ കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1, 3 ശരിയായിട്ടുള്ളത്. അപ്പം 3ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നാലാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന രണ്ട് പ്രസ്താവനകൾ, ഒന്ന് വാദം എ എന്നും മറ്റൊന്ന് കാരണം ആർ എന്നും ലേബൽ ചെയ്യപ്പെടുന്നു. അപ്പോൾ വാദം എ എന്താണ്? 1930 ഏപ്രിൽ 6 ഗാന്ധിജി ദണ്ഡിയിലെ ഉപ്പ് നിയമങ്ങൾ നിർവഹിച്ചു. കാരണം എന്താണ്? ഗാന്ധിജിയുടെ ദണ്ഡി യാത്ര ഗാന്ധി ഇർവിൻ ഉടമ്പടിയുടെ ഫലമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. എ ശരിയാണ് എന്നാൽ ആർ തെറ്റാണ്. നമുക്ക് അറിയാം എ ശരിയാണ് എന്നാൽ കാരണം ആർ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അപ്പം 4ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. അഞ്ചാമത്തെ ചോദ്യം, ലിസ്റ്റ് 1നെ ലിസ്റ്റ് 2മായി പൊരുത്തപ്പെടുത്തി താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നമുക്ക് നോക്കാം. 1916 സുരക്ഷാ വാൽവ് സിദ്ധാന്തം കോൺഗ്രസ് പാർട്ടിയെ വിമർശിച്ചു എന്ന് പറഞ്ഞത് ആരാണ്? ലാലാ ലജ്പത് റായ് ആണ് കേട്ടോ. അതുപോലെ തന്നെ സ്വദേശ് ബന്ധപ് സമിതി അശ്വിനി കുമാർ ദത്തിൻ്റെ ആയിരുന്നു. സ്വദേശ് ബന്ധപ് സമിതി അശ്വിനി കുമാർ ദത്താണ്. അതുപോലെ തന്നെ കർമ്മഭൂമി വരുന്നത് പ്രേംചന്ദാണ്. വരുന്നത്. അതുപോലെ തന്നെ ദേവി ചൗധരാണി ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് കണക്ട് ആവുന്നത്. ബേബി ചൗധരാണി ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ദാരിദ്ര്യവും അൺബ്രിട്ടീഷ് ഭരണവും ആരുടെയാണ്? ദാദാഭായ് നവറോജിയുടെ കൃതിയാണ്. അപ്പം 5ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. A2 B5 C1 D3 E4 കേട്ടോ. അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
ആറാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലേക്കുള്ള യൂറോപ്യന്മാരുടെ വരവിനെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം മാത്രമാണ് ശരി എന്നുള്ളത്. അതായത് ഡച്ചുകാർ സമാഹരിച്ച് ആംസ്റ്റർഡാമിൽ പ്രസിദ്ധീകരിച്ച കേരളത്തിലെ 740-ലധികം സസ്യങ്ങളുടെ 12 വാല്യങ്ങളുള്ള ഒരു വിജ്ഞാന കോശമാണ് ഹോർത്തൂസ് മലബാരിക്കോസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തത്, വാസ്കോഡ ഗാമ 3 കപ്പലുകളുമായി ലിസ്ബണിൽ നിന്ന് കപ്പൽ കയറി 1498 കോഴിക്കോടെത്തി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ 6ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം മാത്രം. ഏഴാമത്തെ ചോദ്യം, ലിസ്റ്റ് 1-ലെ ലിസ്റ്റ് 2-മായി പൊരുത്തപ്പെടുത്തി താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഏതാണ്? തിരുവിതാംകൂറിലെ സൈന്യത്തിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന കപ്പിത്താൻ ആരാണ്? യൂസ്റ്റാജിസ് ഡി ലാനോയാണ്. ബി ഏതാണ്? സർവാധികാരിക്കാർ അറിയപ്പെട്ടത് ആരാണ്? രാജാ കേശവദാസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഉണ്ണുനീലി സന്ദേശം യാത്ര വിവരിക്കുന്നു ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ആദിത്യവർമ്മനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ തുഹ്ഫത്ത് ഉൾ മുജാഹിദീൻ സമർപ്പിക്കുന്നു. തുഹ്ഫത്ത് ഉൾ മുജാഹിദീൻ ആർക്കാണ്? അലി ആദിൽ ഷായാണ് കണക്ട് ആവുന്നത്. അലി ആദിൽ ഷായാണ്. അത് ഈ എന്നാണ്? കിഴക്കൻ പോർച്ചുഗലിൻ്റെ ആദ്യ വൈസ്രോയി ആരാണ്? കിഴക്കൻ പോർച്ചുഗലിൻ്റെ ആദ്യ വൈസ്രോയി ഫ്രാൻസിസ്കോ അൽമേഡയാണ്. അപ്പോൾ ഇതിന് 7ൻ്റെ ആൻസർ A4, B1, C5, അതുപോലെ തന്നെ D3, E2 എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് 7ൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 8ാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. റഷ്യയും വടക്കേ അമേരിക്കയും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? ഓപ്ഷൻ ബി ബെറിംഗ് കടലിടുക്കാണ്. 9ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക എന്നാണ്. അതിലത് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ 2ഉം 4ഉം കേട്ടോ. 2ഉം 4ഉം സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. അപ്പോൾ 9ൻ്റെ ആൻസർ ഓപ്ഷൻ എ 2ഉം 4ഉം സ്റ്റേറ്റ്മെൻറ്റുകളാണ് തെറ്റായിട്ട് വരുന്നത്. 9ൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. 10ാമത്തെ ചോദ്യം, താഴെ പറയുന്ന അക്ഷാംശങ്ങളിൽ ഏതാണ് കുതിര അക്ഷാംശങ്ങൾ എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഭൂമധ്യരേഖയ്ക്ക് 25 മുതൽ 30 ഡിഗ്രി വടക്കും തെക്കും ഉള്ളതാണ്. അപ്പോൾ 10ൻ്റെ ആൻസർ ഓപ്ഷൻ ബി. ഭൂമധ്യരേഖയ്ക്ക് 25 മുതൽ 30 ഡിഗ്രി വടക്കും തെക്കും കുതിര അക്ഷാംശങ്ങൾ എന്ന് പറയുന്നത്. 11ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 11ാമത്തെ ചോദ്യം, ലിസ്റ്റ് 1-ലെ ധാതു ഓർ ഊർജ്ജ സ്രോതസ്സിനെ ലിസ്റ്റ് 2-ലെ അതിൻ്റെ ഉൽപ്പാദന മേഖലയുമായി പൊരുത്തപ്പെടുത്തുന്നത്. മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 1 സി. ഒന്ന് ഏതാണ്? പെട്രോളിയം മുംബൈ ഹൈയുമായിട്ട് കണക്ട് ആവുന്നത്. അതുപോലെ തന്നെ ബോക്സൈറ്റ് കോരാപ്പൂട്ടുമായിട്ട് കണക്ട് ആവുന്നു. കൽക്കരി ഏതാണ്? കൽക്കരി ജാരിയുമായിട്ട് കണക്ട് ആവുന്നു. ഗോൾഡ് ഏതാണ്? ഹുട്ടിയാണ്. അപ്പം ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1 സി, 2 എ, 3 ഡി, 4 ബി. 12ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് നഗരത്തെയാണ് ഗോൾഡൻ കോഡിലാറ്ററൽ ഹൈവേ എന്ന പദ്ധതി ബന്ധിപ്പിക്കാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ഹൈദരാബാദാണ്. 13 ICAR-ന് കീഴിലുള്ള താഴെ പറയുന്ന കാർഷിക ഗവേഷണ കേന്ദ്ര സ്ഥാപനങ്ങളിൽ ഏതാണ് തെറ്റായ ജോഡി എന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് ഇടുക്കി എന്നുള്ളതാണ് ഇവിടുത്തെ തെറ്റായിട്ടുള്ള ജോഡിയായിട്ട് വരുന്നത്. 14ാമത്തെ ചോദ്യം, കേരളത്തിൽ നിന്നുള്ള ഏത് കരകൗശല വസ്തുവിനാണ് അടുത്തിടെ GI ടാഗ് ലഭിച്ചത്? ഇത് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ആദിവാസി ഉൽപ്പന്നമാണ്. നമ്മളിത് കറണ്ട് അഫയർ സീരിയസ് ക്ലാസ് കണ്ടുപിടിക്കുന്ന കൂട്ടുകാർക്ക് ഈ ഒരു ആൻസർ കിട്ടി കാണും. ഓപ്ഷൻ ബി കണ്ണാടി പായാണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. 15ാമത്തെ ചോദ്യം നോക്കാം. ആഗോളവൽക്കരണത്തെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൂലധനത്തിൻ്റെയും തൊഴിലാളികളുടെയും അനിയന്ത്രിതമായ അതിർത്തി കടന്നുള്ള നീക്കം എന്ന് നിർവചിച്ച അന്താരാഷ്ട്ര സംഘടന ഏതാണെന്നാണ് വെച്ചിരിക്കുന്നത്. 15ൻ്റെ ആൻസർ ഓപ്ഷൻ എ ലോക വ്യാപാര സംഘടന എന്നാണ്. 16ാമത്തെ ചോദ്യം, താഴെ പറയുന്നവൽ ഏത് പേരാണ് ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തതെന്നാണ് വെച്ചിരിക്കുന്നത്. ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ആൻസർ ഓപ്ഷൻ സി ബിമൽ ജമാലാണ് കേട്ടോ. 17ാമത്തെ ചോദ്യം, പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയുടെ PMFBY പ്രാഥമിക ലക്ഷ്യം എന്താണ്? അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി കർഷകർക്ക് താങ്ങാനാവുന്ന വിള ഇൻഷുറൻസും റിസ്ക് കവറേജും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. 17ൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 18 ഇന്ത്യയിൽ താഴെ പറയുന്ന ഉൽപ്പന്നങ്ങളിൽ ഏതാണ് GST-യിൽ നിന്ന് ഒഴിവാക്കാത്തതെന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് പാക്ക് ചെയ്ത ബിസ്ക്കറ്റുകൾ. 19 ഹെഡ്ജിങ്, ഊഹക്കച്ചവടം അല്ലെങ്കിൽ മധ്യസ്ഥത എന്നിവയ്ക്കായി താഴെ പറയുന്ന സാമ്പത്തിക ഉപകരണങ്ങളിൽ ഏതാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? കൂടാതെ അതിൻ്റെ മൂല്യം അടിസ്ഥാന ആസ്തിയിൽ നിന്നോ സൂചികയിൽ നിന്നോ ലഭിക്കുന്നു. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി
ഡെറിവേറ്റീവുകളാണ്. 20ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന 3 സംസ്ഥാനങ്ങളുടെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്ന ക്രമങ്ങളിൽ ഏതാണ് ശരി എന്നാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ്, കർണാടക, കേരളം, തമിഴ്നാടാണ്. 21, ഇന്ത്യ മുൻനിര ഉൽപ്പാദകരിൽ ഒന്നാമതും സ്റ്റീൽ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഒരു ധാതുവുമാണ്. ഓപ്ഷൻ എ മാംഗനീസ് ആണ്. 22ാമത്തെ ചോദ്യം നോക്കാം. വികസ്വര രാജ്യങ്ങളിൽ ഒരു കുട്ടിക്ക് കടുത്ത സിറോഫ്താൽമിയ വരണ്ട കണ്ണുകൾ അനുഭവപ്പെടുകയും ശ്വസന അണുബാധയ്ക്കുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഒരു ഭക്ഷണ വിശകലനം ഏറ്റവും സാധ്യതയുള്ള കാര്യം ഇവയുടെ ദീർഘകാല അഭാവം വെളിപ്പെടുത്തും. അപ്പോൾ ഏതാണെന്നാണ് വെച്ചിരിക്കുന്നത് ആൻസർ. ഓപ്ഷൻ സി, മഞ്ഞയും ഓറഞ്ച് നിറവുമുള്ള പച്ചക്കറികളും പഴങ്ങളുമാണ് ആൻസറായിട്ട് വരുന്നത്. 23ാമത്തെ ചോദ്യം, താഴെ പറയുന്ന 4 പൊതു ആരോഗ്യ മെട്രിക്സുകളിൽ കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ്സിന് ഏറ്റവും മികച്ച സൂചകം ഏതാണെന്നാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, VO2 പരമാവധി ഓക്സിജൻ ആഗിരണമാണ്. അപ്പോൾ 23ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 24, മെർക്കുറി കൊണ്ട് മലിനമായ ഒരു ജല ആവാസ വ്യവസ്ഥയിൽ താഴെ പറയുന്നവയിൽ ഏത് ജീവിയിലാണ് ഏറ്റവും കൂടുതൽ വിഷാംശം അടങ്ങിയിരിക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, മത്സ്യത്തെ ഭക്ഷിക്കുന്ന ഒരു വലിയ ഇരപിടിയൻ പക്ഷിയല്ലാണ്. അപ്പോൾ 25ാമത്തെ ചോദ്യം, പാസ്ചറൈസേഷൻ പ്രക്രിയ മൂലം പാൽ സുരക്ഷിതമായി കുടിക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്നാണ് വെച്ചത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, പോഷകമൂല്യത്തിൽ കാര്യമായ മാറ്റം വരുത്താതെ രോഗകാരിയായ അഥവാ രോഗമുണ്ടാക്കുന്ന ബാക്ടീരിയകളെ കൊല്ലാനും കേടാകുന്ന സൂക്ഷ്മാണുക്കളെ എണ്ണം കുറയ്ക്കാനും ഇതിൽ ഉയർന്ന ചൂട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. 25ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 26ാമത്തെ ചോദ്യം നോക്കാം. ഒരു പരിസ്ഥിതി ഏജൻസി ഒരു മലിനജല ശുദ്ധീകരണ പ്ലാന്റിൻ്റെ താഴെയുള്ള നദിയിൽ നിന്ന് ജലസാമ്പിൾ പരിശോധിച്ചപ്പോൾ അതിൽ വളരെ ഉയർന്ന ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് BOD ഉണ്ടെന്ന് കണ്ടെത്തി. ഈ ഫലം സൂചിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻ സി, വെള്ളത്തിൽ വലിയ അളവിൽ ജൈവ മലിനീകരണം അടങ്ങിയിരിക്കാം. അപ്പോൾ 26ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 27, കേരളത്തിൽ ഒരു വിനോദസഞ്ചാരിക്ക് ഇലക്ട്രോലൈറ്റ് അസന്തുലിതാവസ്ഥയോട് വയറിളക്കം, ഛർദി, കടുത്ത നിർജ്ജലീകരണം എന്നിവയുണ്ടാകുന്നു. സ്റ്റൂൾ കൾച്ചറൽ റൈസ് വാട്ടർ സ്റ്റൂൾ 1 ഗ്രാം നെഗറ്റീവ് ആകൃതിയിലുള്ള ബാക്ടീരിയക്ക് പോസിറ്റീവ് ആണെന്ന് കാണിക്കുന്നു. ഏറ്റവും സാധ്യതയുള്ള രോഗനിർണയം കോളറയാണ്. ഉടനടി ജീവൻ രക്ഷിക്കുന്ന ചികിത്സ ഇതാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. വെള്ളം, പഞ്ചസാര, ലവണങ്ങൾ എന്നിവയുള്ള ലായനി ഉപയോഗിച്ച് ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി കൊടുക്കുക, ORT ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? 27ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 28, രക്താതിമർദ്ദം എന്താണെന്നാണ് വെച്ചത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ധമനി ഭിത്തികളിൽ രക്തസമ്മർദ്ദം സ്ഥിരമായി വളരെ കൂടുതലായിരിക്കുന്ന അവസ്ഥയാണ്. 29 എന്താണ്? 29, ഒരു സൈക്കിൾ നിർത്തുമ്പോൾ ഒരു സൈക്കിൾ യാത്രികൻ 5 മീറ്റർ തെന്നി മറിഞ്ഞ് ചലനത്തിന് എതിർവശത്ത് റോഡ് 200 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുന്നു. അപ്പം സൈക്കിൾ റോഡിന് നടത്തുന്ന വർക്ക് നിർണ്ണയിക്കുക, അതുപോലെ തന്നെ റോഡിൽ സൈക്കിൾ എത്ര വർക്ക് ചെയ്യുന്നു നിർണ്ണയിക്കുക എന്നുള്ളതാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 29ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. -1000 ജൂൾ ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തേത് 0 ജൂളുമാണ് വരുന്നത്. അപ്പം 29ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 30ാമത്തെ ചോദ്യം, സ്ക്യൂബ ഡൈവിംഗ് സമയത്ത് ആഴത്തിൽ നിന്ന് മുകളിലേക്ക് കയറുമ്പോൾ ശ്വാസം പിടിച്ചു നിർത്തുന്ന അപകടകരമാകുന്നത് എന്തുകൊണ്ടെന്നാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ബാഹ്യമർദ്ദം കുറയുന്നതിനാൽ ശ്വാസകോശത്തിലെ വായുവിൻ്റെ അളവ് വികസിക്കുന്നു. 31, ഇസ്രോയുടെ സ്പാഡക്സ് ദൗത്യത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ പ്രസ്താവനകളിൽ ഏതാണ് തെറ്റെന്നുള്ളതാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ചെറുതും ഭാരം കുറഞ്ഞതുമായ ഒന്ന് ഡോക്ക് ചെയ്യാൻ സ്പാഡക്സ് ഒരു വലുതും ഭാരമേറിയ ബഹിരാകാശ പേടകം ഉപയോഗിച്ചു. അപ്പോൾ ഈ 31ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ 32, ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള യാത്ര അല്ലെങ്കിൽ ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള യാത്ര ഏതിനാണ് കൂടുതൽ ഇന്ധനം ആവശ്യമുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള യാത്രയ്ക്കാണ്. 33ാമത്തെ ചോദ്യം നോക്കാം. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ ഒരു ഫാസ്റ്റ് ബോൾ പിടിക്കുമ്പോൾ കൈകൾ താഴ്ത്തുന്നു. ഏത് ന്യൂട്ടൺ നിയമമാണ് നേരിട്ട് പ്രയോഗിക്കുന്നത്? ഇത് പരിക്ക് കുറയ്ക്കുന്നത് എന്തുകൊണ്ടെന്നാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ാം നിയമം. സമയം വർദ്ധിപ്പിക്കുക, ബലം കുറയ്ക്കുക. 34, ഒരു അന്തർവാഹിനിക്ക് അതിൻ്റെ ബാലസ്റ്റ് ടാങ്കുകൾ നിയന്ത്രിക്കുന്നതിലൂടെ വെള്ളത്തിൽ ഉയരുകയും മുങ്ങുകയും ചെയ്യാം. ടാങ്കുകളുടെ വെള്ളം നിറയ്ക്കുമ്പോൾ അന്തർവാഹിനി മുങ്ങുകയും ടാങ്കുകൾ വായു നിറയ്ക്കുകയും ചെയ്യുമ്പോൾ അത് ഉയരുകയും ചെയ്യുന്നു. ഈ കഴിവ് വിശദീകരിക്കുന്ന തത്വം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ആർക്കിമിഡീസിൻ്റെ തത്വം പ്ലവക ബലം ഭ്രംശം സംഭവിച്ച ജലത്തെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ 34 ഓപ്ഷൻ ബി ആണ്. 35, താഴെ പറയുന്ന EM തരംഗങ്ങളെ ഇലക്ട്രോമാഗ്നറ്റിക്
തരംഗങ്ങളെ അവയുടെ പ്രയോഗവുമായി ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ പ്രയോഗമുണ്ട്. ഇതിന് ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. മൈക്രോവേവ് തരംഗം എന്താണ്? വിമാന നാവിഗേഷൻ ഉപയോഗിക്കുന്ന റഡാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ റേഡിയോ തരംഗം പ്രക്ഷേപണത്തിന് ഉപയോഗിക്കുന്നു. നമുക്ക് നോക്കി അറിയാം, റേഡിയോ തരംഗം പ്രക്ഷേപണത്തിന് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ അൾട്രാവയലറ്റ് രശ്മികൾ അഥവാ UV രശ്മികൾ ജലശുദ്ധീകരണ അണുക്കളെ കൊല്ലാൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഗാമാ കിരണങ്ങൾ എന്തിനാണ്? ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുവാൻ മരുന്നിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ 35ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 36ാമത്തെ ചോദ്യം, പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾക്ക് ഓക്സിഡൻ്റായി ഉപയോഗിക്കുന്ന ഒരു സംയുക്തത്തിൻ്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി സിയാനിസോൺ ആണ്. 37 താഴെ പറയുന്നവയിൽ ഏത് ലോഹമാണ് ഭക്ഷണത്തിൽ വിഷാംശം ഉണ്ടാക്കാത്തതെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി അലൂമിനിയമാണ്. 38 വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഓപ്ഷൻ എ അസറ്റിക് ആസിഡ് ആണ്. 39 ആദ്യത്തെ ആന്തരിക സംക്രമണ ശ്രേണിയിൽ എത്ര മൂലകങ്ങളുണ്ട്? ആൻസർ ഓപ്ഷൻ ഡി 14 ആണ്. 40 3D ഓർബിറ്റുകൾ പൂർണ്ണമായി നിറയുമ്പോൾ പുതിയ ഇലക്ട്രോണുകൾ ഡാഷ് ഓർബിറ്റുകളിൽ പ്രവേശിക്കും. ആൻസർ ഓപ്ഷൻ ബി ആണ്. 4p ഓർബിറ്റുകളിൽ പ്രവേശിക്കും. 41 മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്താണ് സൂചിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓർബിറ്റലിൻ്റെ ഓറിയൻറ്റേഷൻ. 42 താഴെ പറയുന്ന ഗുണങ്ങളിൽ ഏതാണ് ഒരു പീരിയഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് കുറയുന്നത്? ആൻസർ ഓപ്ഷൻ സി അറ്റോമിക് റേഡിയേഷൻ ആണ്. 43ാമത്തെ ചോദ്യം നോക്കാം. നീലക്കുയിൽ എന്ന സിനിമയുടെ കഥയും തിരക്കഥയും എഴുതിയതാരാണ്? ഓപ്ഷൻ ബി ഉറൂബാണ്. 44 അക്കിത്ത എന്ന ആചാരം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻസർ ഓപ്ഷൻ എ കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 45 ചെറൈൽ ഡാഷിലാണ് സഹോദരൻ അയ്യപ്പൻ ആദ്യമായി മിശ്രഭോജനം സംഘടിപ്പിച്ചത്. ആൻസർ ഓപ്ഷൻ സി 1917. 46 ഡാഷിൻ്റെ ഒരു ഭാഗമാണ് പുരളധികാരം. ആൻസർ ഓപ്ഷൻ ബി തൊൽക്കാപ്യം. 47 ഡാഷ് നദിയുടെ പുരാതന നാമമാണ് ബാരിസ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി പമ്പ നദിയുടെയാണ്. 48 കുമാരനാശാൻ എഴുതിയത് എന്തിന് ഭാരതരെ കരയുന്നു? പാരതന്ത്ര്യം വിധി കൽപ്പിതമാണു തായെ ഏതിലെ വരികളാണ്? ആൻസർ ഓപ്ഷൻ സി ഒരു തീയക്കുട്ടിയുടെ വിചാരം എന്നുള്ളതാണ്. 49 മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന് വിളിക്കപ്പെടുന്ന കഥാപാത്രം ഏതെന്നാണ്? ആൻസർ ഓപ്ഷൻ ബി സൈനബയാണ്. 50 ആദ്യത്തെ മലയാളം ചെറുകഥാ വാസന വികൃതി പ്രസിദ്ധീകരിച്ചത്? ആൻസർ ഓപ്ഷൻ എ വിദ്യാ വിനോദിനിയിലാണ്. 51ാമത്തെ ചോദ്യം നോക്കാം. 2025 ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ഗെയിംസിലെ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നുള്ളതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. മേൽപ്പറഞ്ഞവയെല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് എല്ലാം. അപ്പോൾ ഓപ്ഷൻ സി ആണ് മേൽപ്പറഞ്ഞവയെല്ലാം വരുന്നത്. 52 താഴെ പറയുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഇന്ത്യയിലെ ദേശീയ തലത്തിലുള്ള കായിക സംഘടനകളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. PCIയും IOAയും. 53 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തെ താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 0 സ്വർണം 1 വെള്ളി 5 വെങ്കലം. 54 ഇവയിൽ ഏതാണ് ഏറ്റവും വേഗതമേറിയ മെമ്മറി ടൈപ്പ്? ആൻസർ ഓപ്ഷൻ എ ക്യാഷെ മെമ്മറിയാണ് വരുന്നത്. 55 വലിയ ഡാറ്റ സെറ്റുകൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി MS ആക്സസ് ആണ് വരുന്നത്. 56 ഒരു വേരിയബിളിന് ഒരു മൂല്യം നൽകുന്ന പ്രവൃത്തി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സ്റ്റോർ നിർദ്ദേശമാണ്. 57 ഒരു ലാനിൽ ഒന്നിലധികം കമ്പ്യൂട്ടറുകൾ ബന്ധിപ്പിക്കുകയും മാക് വിലാസങ്ങളെ അടിസ്ഥാനമാക്കി ട്രാഫിക് ഫിൽറ്ററുകൾ ചെയ്യുകയും ചെയ്യുന്ന ഉപകരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സ്വിച്ച് ആണ് വരുന്നത്. 58 പാക്കറ്റ് സ്വിച്ചിങ് നടത്തുകയും ഡാറ്റയ്ക്കുള്ള ഒപ്റ്റിമൽ പാത്ത് നിർണ്ണയിക്കുകയും ചെയ്യുന്ന ഉപകരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി റൂട്ടർ ആണ് വരുന്നത്. 59 HTML എ ടാഗ് എന്താണ് നിർവചിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ഹൈപ്പർ ലിങ്കുകൾക്കുള്ള ആങ്കർ എന്നാണ് നിർവചിക്കുന്നത്. 60ാമത്തെ ചോദ്യം മാത്സ് ആണ്. ആൻസർ ഓപ്ഷൻ ഡി 3.125 ആണ് വരുന്നത്. 61 ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മാത്സ് അങ്ങ് പറഞ്ഞു പോകണം. 1/3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 62ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 10% ആണ് വരുന്നത്. 63ൻ്റെ ആൻസർ ഓപ്ഷൻ സി 45 ആണ്. 64ൻ്റെ ആൻസർ ഓപ്ഷൻ എ 3 ക്യൂബ് ആണ് വരുന്നത്. 65ൻ്റെ ആൻസർ ഓപ്ഷൻ സി 8 ദിവസമാണ് വരുന്നത്. 66 ഓപ്ഷൻ A+C 2B ആണ് വരുന്നത്. അതുപോലെ തന്നെ 67ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 64 ആണ് വരുന്നത്. 68 ഓപ്ഷൻ സി 61 ആണ് വരുന്നത്. 69ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ് 6:30 ആണ് വരുന്നത്. 70ാമത്തേൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് IXO IQ KZ ആണ് വരുന്നത്. 71ൻ്റെ ആൻസർ ഓപ്ഷൻ ബി സഹോദരനാണ് വരുന്നത്. 72ൻ്റെ ആൻസർ ഓപ്ഷൻ എ 108 ആണ് വരുന്നത്. 73ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി വെള്ളിയാഴ്ചയാണ് വരുന്നത്. 74ൻ്റെ ആൻസർ ഓപ്ഷൻ എ കമ്പാഷനേറ്റ് ആണ് വരുന്നത്.
ഇൻ ഇംഗ്ലീഷാണ് വരുന്നത്. 75ാമത്തെ ചോദ്യത്തിന് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഹാസ് ആണ്. നെയ്തർ റിയ ഓർ നോർ ജീന ഡാഷ് എനി നോളജ് ഓഫ് ദ ഇൻസിഡൻറ്റ്. ഹാസ് ആണ് വരുന്നത്. ഓപ്ഷൻ എ ഹാസ് ആണ് വരുന്നത്. അപ്പം 76ൻ്റെ ആൻസർ വാട്ട് ഈസ് ദ കളക്റ്റീവ് നോൺ യൂസ്ഡ് ഫോർ ലയൺസ് എന്നാണ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി പ്രൈഡ് ആണ് വരുന്നത്. 77 പ്ലീസ് ആസ്ക് ഹെർ ടു റിപ്പോർട്ട് ടുഡേ വിൽ യു ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഓപ്ഷൻ ബി വിൽ യു ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 78ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി പുട്ട് ഓഫ് ആണ് വരുന്നത്. 79ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നോ അതർ ബോയ് ഇൻ ദ ക്ലാസ് ഈസ് ആസ് സ്മാർട്ട് ആസ് രാഹുൽ എന്നാണ് വരുന്നത്. 80ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ടു ഡു സംതിങ് ദാറ്റ് മേക്സ് പീപ്പിൾ ഫീൽ മോർ റിലാക്സ്ഡ് എന്നാണ് വരുന്നത്. 81ൻ്റെ ആൻസർ ദ കിങ് റൂൾഡ് ഓവർ എ വാസ്റ്റ് എംപയർ എന്നാണ് വരുന്നത്. ഓപ്ഷൻ ബി ഓവർ ആണ് വരുന്നത്. 82 വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ് സ്പെല്ലിംഗ്. ഓപ്ഷൻ എ ഒക്കേഷൻ ആണ് വരുന്നത്. 83ാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ ഡി ദ എ ആണ്. ദ വാച്ച് ദാറ്റ് യു വാണ്ട് ഈസ് എ ലിമിറ്റഡ് എഡിഷൻ ആണ് വരുന്നത്. 84 വാട്ട് ഈസ് ദ അനോണിം ഓഫ് ബെനവലൻറ്റ്. ബെനവലൻറ്റ് അനോണിം ഏതാണ്? ഓപ്ഷൻ ബി ക്രൂവൽ ആണ് വരുന്നത്. 85 പാസീവ് വോയിസ് ഷട്ട് ദ ഡോറിൻ്റെ പാസീവ് വോയിസ് ഏതാണ്? ലെറ്റ് ദ ഡോർ ബി ഷട്ട് എന്നാണ് വരുന്നത്. 86ൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ഒപ്റ്റിമിസ്റ്റ് ആണ് വരുന്നത്. 87ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി മസ്റ്റ് ആണ് വരുന്നത്. 88ൻ്റെ ആൻസർ ഏതാണ്? ശരിയായ പദങ്ങളാണ്. ഓപ്ഷൻ ഡി 1ഉം 4ഉം ആണ്. അതായത് കൃത്രിമവും അടിമത്വവുമാണ് വരുന്നത്. 89 ശരിയായ വാക്യമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്തു. 90ാമത്തെ ചോദ്യം കുട്ടിച്ചോറാക്കുക എന്നതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി നശിപ്പിക്കുക എന്നാണ്. 91 ഉന്നതം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? ഓപ്ഷൻ സി നദമാണ്. 92 ഈച്ച എന്ന പര്യായ പദം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ആൻസർ. ഓപ്ഷൻ എ മക്ഷിക എന്നുള്ളതാണ്. 93 അവൻ എന്ന പദം എങ്ങനെ പിരിച്ചെഴുതാം? ഓപ്ഷൻ ഡി ആ പ്ലസ് അവനാണ്. 94 ഓപ്ഷൻ സി ആണ് ആൻസർ. 4ഓ 5ഓ ആണ്. 95 ഓപ്ഷൻ എ ജനങ്ങളാണ് വരുന്നത്. 96 ഓപ്ഷൻ ബി യോദ്രിയാണ് വരുന്നത്. 97 ഓപ്ഷൻ സി ബുബുഷു ആണ് വരുന്നത്. 98 ഓപ്ഷൻ സി വഷളന് വളരാൻ വെള്ളം വേണ്ട എന്നുള്ളതാണ്. 99 കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന പഴഞ്ചൊല്ല അർത്ഥമാക്കുന്നത് എന്താണ്? 99 ഡി ആണ്. ആവശ്യപ്പെട്ടാൽ ലഭിക്കേണ്ടത് ലഭിക്കുകയുള്ളൂ. 100ാമത്തെ ചോദ്യം പ്രാസാദം എന്ന പദത്തിൻ്റെ സമാന പദം ഏതാണ്? ഓപ്ഷൻ സി മാളിക എന്നുള്ളതാണ്. അപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പേപ്പർ 1ൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഇനി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പേപ്പർ 2ൻ്റെ ആൻസർ കീ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പേപ്പർ 1ന് നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുക. നമ്മൾ അടുത്ത പേപ്പർ 2ൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം സ്റ്റേ ട്യൂൺഡ്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ വെയിറ്റ് ചെയ്യുക. പേപ്പർ 2ൻ്റെ ആൻസർ കീ ഉടനെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ മാർക്ക് എത്ര